നമ്മളെല്ലാം ഒരു കുറിപ്പിട്ട നാൾ இந்த உலகத்தில் உடம்போடு கூடி வாழ்ந்து கொண்டே இருக்கிறது. ஒரு சிலருக்கு 5 வயசு, ஒரு சிலருக்கு 10, ஒரு சிலருக்கு 20, ஒரு சிலருக்கு 40, ஒரு சிலருக்கு 50, 60, 70. എനിക്ക് 75 ആச்சு. ഒരു ചിലർ 75, 80 വരെ വാഴതക്ക് കടവുൾ വിവിലിയത്തിൽ അനുമതി കൊടുത്തിരിക്കും. 80 കഴിഞ്ഞ് ഒരാൾ വാഴ്ന്നാൽ എക്സ്പയറി ഡേറ്റിൻ കഴിഞ്ഞ് വാഴുകരുത്. ഒരു ചില മരുന്നിനെല്ലാം എക്സ്പയറി ഡേറ്റ് വച്ചിരിക്കുക. അതുപോലെ മനിതൻ இந்த ഉലകത്തിൽ വാഴുമ്പോൾ നീ മാക്സിമം 70 നല്ല മരുന്നും സാപ്പാടും എല്ലാം നല്ല മുറയിൽ കിടച്ചാൽ 80 വരെ പോയിടും. അതൊക്കെ മുടിഞ്ഞു പോന്നാൽ ബാക്കി ചുറ്റുമിരിക്കുന്നവർക്ക് കഷ്ടമായി മാറിയിടും. ஆனால் 80 മുടിഞ്ഞു പോണതാണ് നല്ലത്. ஆனால் 80 മുടിയതൊക്കെ മുന്നാടി ഒരു 40, 45 ആകുമ്പോഴും തലമയിരെല്ലാം കറുത്തിരുന്നത് കൊഞ്ചം കൊഞ്ചമായി വെള്ളിക്കമ്പിയായിട്ട് മാറിയിടും. അപ്പോൾ ഒരു ചിലർ சொன்னது, സ്വാമി 40 വരെ പോകണ്ട, എനിക്ക് 27 വയസ്സ്, തിരുമണം ഇനി ആയില്ല, ഇപ്പോഴും തലമയിര് വെള്ളിക്കമ്പിയായി വന്നുകൊണ്ടേയിരിക്കുന്നത്. അതൊക്കെ ഞങ്ങളെ സെമിനാരിയിൽ കറ്റുകൊടുത്ത ഫാദർ ഡൊമിനിക്ക്, സ്പെയിനിൽ നിന്ന് വന്ന റെക്ടർ, കേരളത്തിലെ ആലുവ സെമിനാരിയിൽ അദ്ദേഹം சொன்னது, ഞങ്ങൾ അപ്പോൾ 20 വയസ്സ് പഠിக்கிறவர். അപ്പോൾ അവർ சொன்னது என்ன தெரியுமா? 40, 45 ഈസ് ഡിക്ലൈനിങ് പീരീഡ് ഇൻ വൺസ് ഫിസിക്കൽ ലൈഫ്. അതായത് ഉടമ്പ് മുറയിൽ 40, 45 ആകുമ്പോൾ, ഞാൻ 43 ആയപ്പോൾ താനെ മൂക്കിൽ ഇന്ന് കണ്ണാടി വന്നത്, പിറന്നപ്പോൾ കണ്ണാടി കിടക്കാതെ. ஆனால் 43 ആയപ്പോൾ വിവിലിയം പഠിക്കുമ്പോൾ പഠിக்கிறதுக்கு കഷ്ടം. അപ്പോൾ ഇത് കണ്ണാടി അങ്കി ഏറി അമർന്നിട്ടിപ്പോൾ ഇവള് നാളാച്ച്. തലമയിര് വെള്ളിയായി വന്നുകൊണ്ടിരിക്കരുത്. കണ്ണിന് പാർവേ കമ്മിയായി വന്നുകൊണ്ടിരിക്കരുത്. മുന്നാടി എന്നെ பார்த்தவരെല്ലാം சொல்றது, சாமி எவ்வளவு அழகா இருந்த மனிதன் ഇപ്പോൾ இப்படியாയി போச்சு എന്ന് சொல்றது. ஆனால் അഴകെല്ലാം പോയിടും, വല്ലമയും പോയിടും. ஆனால் അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം യേശു ചൊല്ലിയിരിക്കുക, സമയം മുടിവടഞ്ഞത് ഒരു കുറിപ്പിട്ട സമയം. இந்த உலகத்தில் பிறந்த மனிதർക്ക് ஒரு குறிப்பிட்ட സമയം ஆண்டவர் கொடுத்திருக்கிறது. ஆனால் ആ സമയം എന്നേക്ക് മുടിയുമെന്ന് യാർക്കുമേ ചൊല്ല മുടിയാതെ. എൻ്റെ വീട്ടിൽ 12 പേരിരുന്നത്, തായ് തകപ്പൻ 10 കുളന്തകൾ. ഇന്നത്തെ മാതിരി 1, 1.5, 2 ഇത് മാതിരിയൊന്നുമല്ല, 10 എണ്ണം ഇരുന്നത്. ഞാൻ 3ാമത്തെ ആൾ. ഇന്നേക്ക് ഇരുന്നാൽ ഞാൻ ഉണ്ടാകുമാട്ട് 2 എണ്ണം മുടിഞ്ഞ് ക്ലോസ് പണ്ടി കട്ട് പണി വച്ചിരിക്കരുത്. അതിനാൽ എൻ്റെ വീട്ടിൽ നിന്ന് 12 പേരിൽ 3 പേര് இந்த ഉലകം വിട്ടുപോച്ച്. തകപ്പൻ, തായ്, മുതൽ പുതൽവർ സാമ്യാരായിരുന്നത്. അവർ 48ാമത്തെ വയസ്സിൽ, തകപ്പൻ 74 വയസ്സിൽ, തായ 86 വയസ്സിൽ വിട്ടുപോച്ച്. ഒരു കാര്യം ഉണ്മ, ആ 3 പേരെയും പുനിതരാക്കിയിട്ട് താനേ ആണ്ടവർ இந்த ഉലകത്തിൽ നിന്ന് പരലോകത്തിലേക്ക് എടുത്തത്. അപ്പോൾ ആണ്ടവർ കൊടുത്തിരിക്കുന്ന ഈ സമയം പുനിതരാകാനുള്ള സമയം. അപ്പോൾ നമ്മുടെ വാഴ്ക്കയിൽ ആ പുനിതം എங்கே വിട്ടുപോച്ച്? അത് പിറവിയിലേ ഭാവിയായി പറന്നിരിക്കുന്നത്. அப்படித்தானே இன்னைக்கு പോൾ അടിയാർ சொன்னது. പാപം ചെയ്ത് പാപിയാകുമല്ല, പിറവിയിലെ പാപി ആയതുകൊണ്ട് പാപം ചെയ്യും.
എൻ്റെ വീട്ടിൽ തമ്പിക്കൊരു മകനുണ്ട്, അവന് 4 വയസ്സ്. ഞാൻ വീട്ടിൽ പോയപ്പോൾ അവൻ്റെ താഴെ സ്കൂൾ ടീച്ചർ അവനെ ഉതയ്ക്കുന്നത് ഞാൻ പാത്തത്. 4 വയസ്സുകാരനെ ഉതയ്ക്കണത് കഷ്ടം. അവനിങ്ങനെ അഴുന്നുകൊണ്ടേയിരുന്നത്. അപ്പം അവൻ എടുത്തിട്ട് തായോട് കേട്ട്, എന്നമ്മാ ഇതേമാതിരി 4 വയസ്സുകാരനെ ഉതയ്ക്കരുത്. അപ്പം തായ് ചൊന്ന്, ഇന്ന് മുതൽ നാൾ ഇവൻ എന്നോട് പോയി ചൊന്നത് ഇവനെ പിടിച്ചിരിക്കരുത്, അറസ്റ്റ് പണിയിരിക്കരുത്. അങ്ങനെ 4 വയസ്സുകാരന് പോയി പേശാനായിട്ട് സ്പെഷ്യൽ ക്ലാസ് ഏതാവത് ഇരിക്കുക, ഒന്നും വേണ്ട, ട്യൂഷൻ ഒന്നും തേവയില്ല. 13 വയസ്സായ പെണ്ണിനെ കാതലിക്കർക്ക് സ്പെഷ്യൽ ക്ലാസ് തേവിയിരിക്കുക. 13 മുടിഞ്ഞാൽ അവൾ കാതലിച്ചിരിക്കും, അതിന് ക്ലാസ്സേ തേവയില്ല. അത് ചിരിക്കണ പാര്. അതിനാൽ പാപം പണ്ണാനായിട്ട് ക്ലാസ് വേണ്ട, പിറന്നവരെല്ലാം പാപികൾ. ஆனால் இந்த பாவம் எப்படி இந்த உலகத்தில் வந்தது? இன்னைக்கு യേശുവിനെ അളകെ വന്ന് ശോധിക്കണതാണ് ഇന്നേക്ക് നற்செய்திയിൽ പഠിച്ചത്. അളകെ വന്ന് എന്നാ യേശുവിനോട് ചൊന്നത്? യേശുവിനെ ഏതാവത് മുറയിൽ പാപത്തിൽ തള്ളിവിടാനായിട്ടാണ് അവൻ വന്നത്. ஆனால் യേശു അളകയുടെ ശോധനകളെല്ലാം വിട്ട് അതിൽ നിന്ന് വെളിയെ വന്നത്. അതുവരെ അളകെ അവന് ശോധിച്ചു കൊണ്ടിരുന്നത്, ശോധന മുടിഞ്ഞപ്പോൾ ദേവദൂതർ വന്ന് അവന് പണിവിട ചെയ്തു എന്ന് വിവിലിയത്തിൽ എഴുതി വച്ചിരിക്കരുത്. യേശുവിനെ ശോധന പണ്ണാനായിട്ട് പാലേ ഭൂമിയിലേക്ക് കൊണ്ടുപോയതാര്? വിവിലിയത്തിൽ എഴുതി വച്ചിരിക്കരുത്, തൂയാവിതാനെ കൊണ്ടുപോയത്. ஆனால் തൂയാവി ഒരാളിൽ ഇരുന്നാലും ശോധനകളെല്ലാം വന്നിടും. ശോധനകൾ വരുമ്പോൾ ശോധനയിൽ ഉളുന്തു വീഴാതെ വെളിയിൽ വരുമ്പോൾ താനെ നമ്മുടെ പരിശുദ്ധം കെട്ടുപോകാതെ നിൽക്കരുത്. ஆனால் ആണ്ടുവർ ആദത്തെ അവ്വായി ഉണ്ടാക്കിയപ്പോൾ ഏറ്റവും പരിശുദ്ധമായ നിലയിൽ താനെ അവരെ ഉണ്ടാക്കിയത്. അവർക്ക് ഒരു കുറയും ഇല്ല. അവർ താനെ ആനയ്ക്ക് ആന എന്ന് പേരിട്ട്, കുതിരയ്ക്ക് കുതിര എന്ന് പേരിട്ട്, നായ്ക്ക് നായ എന്ന് പേരിട്ടത്. എല്ലാ പേരും അവർ താനെ പൊട്ടത്. ഇങ്ങ പാളയംകോട്ടയെ എന്ന് പേരും ആ പേര് പോട്ടത് ആര്? അത് ഏതാവത് ഒരു തലൈവർ പോട്ട പേര്. അപ്പം മനിതന് ഈ ഉലകത്തിൻ്റെ മേലെ എല്ലാ അധികാരം കൊടുത്തത്. മൃഗങ്ങളെല്ലാം മനിതൻ ചൊല്ലണപടി നടന്നത്. എന്നാൽ അളകെ വന്ന് ശോധിച്ച് ആദവും അവ്വായും പാപത്തിൽ ഉളുന്തു വീണപ്പോൾ இந்த ഉലകം മുഴുവൻ മനിതനെതിരായി മാറി. അന്നുവരെ പാപവും നോവും ഇല്ലാതിരുന്ന ഏദൻ തോട്ടത്തിൽ പാപവും നോവും കടന്നു വന്നത്. ഇന്ന് 80 പേരെ 100 പേരെ എടുത്താൽ 80 പേരും നോവാളികൾ. നല്ല ആരോഗ്യത്തിലിരിക്കുന്നത് കൊഞ്ചം പേര് മട്ടും. ഇത് ആണ്ടവർ കൊണ്ടുവന്ന് വെച്ചതായി നോവല്ല, അത് നരകത്തിൽ നിന്ന് വന്നത്. ஆனால் ആദവും അവ്വായും അളകെ വന്ന് ശോധിച്ചപ്പോൾ ആ ശോധനയിൽ അവർ തോറ്റുപോച്ചു. അതിനാൽ അതിൻ്റെ തുമ്പങ്ങളില്ലാത്ത ഒരു കുടുംബം പോലും ഇന്ന് இந்த ഉലകത്തിലില്ല. എല്ലാ കുടുംബത്തിലും അളകയുടെ ആദത്തിൻ്റെ പാപത്തിൻ്റെ തുമ്പങ്ങൾ എല്ലാ കുടുംബത്തിലും ഇരിക്കുക. ഏൻ പോലീസ് സ്റ്റേഷൻ വച്ചിരിക്കരുത്, ഏൻ ഇനി കോടതി വച്ചിരിക്കരുത്. അതെല്ലാം മനിതൻ്റെ പാപം വഴി ഉണ്ടായത്. ஆனால் യേശു இந்த உலகத்தில் മനിതനായി പിറന്നത്. പഴയ ഏർപ്പാടിൽ ആദവും അവ്വായും അളകെ വന്നപ്പോൾ ശോധനയിൽ തോറ്റുപോച്ച്
இந்த உலகம் முழுவன் கெட்டதாய் போச்சு. அப்புறம் விவிலியத்தில் நாம் படிக்குമ്പോൾ அழகே വന്ന് ജോബിന് ശോധന പണ്ടത്. അവൻ പാപമില്ലാത്ത നിലയിൽ വാഴ്ന്നതുകൊണ്ട് അളകയ്ക്ക് അവനെ ശോധന പണ്ണ മുടിയാത്ത നില വന്നത്. അപ്പോൾ ആണ്ടവർ സ്പെഷ്യൽ അനുമതി കൊടുത്തത്. അപ്പം താൻ ഈ തൊന്തരവെല്ലാം വന്നത്. ஆனால் விவிலியத்தில் அங்கே இங்கே எல்லாம் அழகே வந்து தொந்தரவு பண்ணுறது നാം பார்க்கறது. അളകെ വന്നിടത്തെല്ലാം മനിതൻ തോറ്റുപോച്ച്. അതാണ് യേശു വന്നപ്പോൾ ഇപ്പിടി ജപിക്ക சொன்னது, അളകയിൽ നിന്നും എങ്ങളെ കാപ്പാത്തുകൊള്ളണമേ എന്ന് ജപിക്ക കറ്റുകൊടുത്തത്. കാരണം അവന് നല്ല വല്ലമേ ഇരിക്ക്. മുന്നാടി അവർ ദേവദൂതരായിരുന്നത്. ആണ്ടവർ അളകയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ആണ്ടവരുണ്ടാക്കിയ ദേവദൂതരെത്താനെ. ആ ദേവദൂതരിൽ ലൂസിഫർ എന്ന് ചൊല്ലണത് കൊഞ്ചം പെരിയ ദേവദൂതർ. അവരൊരു നാൾ സ്വർഗത്തിൽ പാപം പണി. എന്നായിരുന്നു പാപം? ഞാൻ കടവുളെ ആരാധിക്കുമാട്ടേ. അവനോട് ചേർന്ന് നല്ലൊരു കൂട്ടം ദേവദൂതർ അവനോടും ചേർന്ന് അവരെ അളകയായി മാറിയെന്ന് വിവിലിയത്തിൽ ചൊല്ലിയിരിക്കരുത്. യേശു இந்த உலகத்தில் വന്നപ്പോൾ கடவுள் മനിതനായി പിറന്നപ്പോഴും അളകയുടെ ആഴ്ചി இந்த ഉലകത്തിൽ ഇരുന്നത്. ഇപ്പോഴും അളകയുടെ ആഴ്ചി ഇരിക്ക്. എന്നാൽ പഴയ ഏർപ്പാടിൽ എല്ലാവരും അളകയുടെ മുന്നിൽ തോറ്റുപോയപ്പോൾ கடவுள் மனிதனாய் இந்த உலகத்தில் வந்த യേശു അവൻ மட்டும் ശോധനയിൽ പെടാതെ അളകയുടെ അധികാരത്തിന് കീഴിൽ വരാതെ വെറ്റി കിടച്ചത്. അതേപ്പറ്റി യോവാൻ നற்செய்திയിൽ 13-ാം അധികാരത്തിൽ ആണ്ടവർ ചൊല്ലറുത്. പതിനാറാം അധികാരത്തിൽ ഈ ലോകത്തിൽ അധികാരി വരികരുത്, അവന് എന്മേൽ ഒരധികാരവുമില്ല. ഈ ലോകത്തിൻ്റെ അധികാരി ആരാണ്? അത് അളകേതാനേ. എന്നാൽ യേശു சொன்னது, അളകയ്ക്ക് എന്മേൽ അധികാരമില്ല. നിങ്ങളുടെ മേൽ അളകയ്ക്ക് അധികാരമുണ്ടോ? ഉണ്ടോ? யாரெல்லாம் പാപത്തിൽ തങ്ങിയിരിക്കുമോ അവരുടെ മേലെല്ലാം അളകയ്ക്ക് അധികാരമുണ്ട്. നീ എല്ലാ പാപവും ചെയ്യ വേണ്ട, ഒരു പൊയ് ചൊന്നാൽ പോതും അളകയ്ക്ക് അധികാരത്തിന് കീഴിലായിടും. യേശു എതിരികളുടെ നടുവിൽ നിന്നുകൊണ്ട് കേട്ടത് എന്നാ കേട്ടത്? ഉങ്ങളിൽ யாருக்கு എന്നിൽ പാപം തെളിയിക്കാൻ തമിഴിലാണ് പ്രൂവ്. ഹൂ ക്യാൻ പ്രൂവ് സിൻ ഇൻ മീ? എന്നിൽ പാപം കണ്ടുപിടിക്കാൻ ആർക്ക് പറ്റും? അവന് നിറയെ ശോധനകളല്ല ഇരുന്നത്. ശോധനകളിരുന്നാലും ഒരു ശോധനയിലും പെട്ടുപോയില്ല, ഒരിക്കലും പാപം പണിയില്ല. 30 ആണ്ട് മാതാ മറിയത്തെയും സൂസൈപ്പരെയും അവർ അഞ്ചി നടന്നത്. സൂസൈപ്പര് യേശു കുളന്തിയായിരിക്കുമ്പോൾ ഒരു ചില കാര്യങ്ങൾ കറ്റുകൊടുക്കുമ്പോൾ സൂസൈപ്പർക്ക് ഒരു വേള കോപം വന്നിടും. എന്നാൽ യേശുവിന് കോപം വന്നില്ല. തായ് തകപ്പനോട് കോപപ്പെട്ടാൽ പാപമായി മാറും.
നിറയെ കുളന്തകൾ തായ് തകപ്പനെ മതിക്കാതെ അവരോട് ശണ്ട പോട്ട് അവർ ചൊല്ലണപരി നടക്കാതെ നിറയെ പേര് നടക്കരുത്, അവരുടെ മേലെല്ലാം അളകയ്ക്ക് അധികാരമുണ്ട്, അത് പാപം. അതിനാൽ മനം തിരുമ്പി നമ്മുടെ വാഴ്ക്കയെ കർത്താവായ യേശുവിന് ഒപ്പുകൊടുത്താൽ, യേശുവിനുടെ പാപത്തെ മന്നിച്ചു കൊടുത്താൽ, ജോബിൻ്റെ മേൽ നീതിമാനായ ജോബിനെ ഒന്നും പണ്ണാതെ അളകയിൽ നിന്നതുപോലെ ഉനക്കെതിരായി അളകയ്ക്ക് ഒന്നും മുടിയാത്തൊരു നില വരും. എന്നാൽ നിറയെ പേര് ജ്ഞാനസ്നാനം പെറ്റുകൊണ്ട നിറയെ പേര് പാപത്തിൽ താനെ തങ്ങിയിരിക്കരുത്. ഒരു പയ്യൻ 8ാം ക്ലാസ്സുകാരൻ എന്നോട് ചൊന്ന്, സ്വാമി പാപസങ്കീർത്തനം ചെയ്യണം, എന്നാ ഉന്നയുടെ പാപം? ഞാൻ പരീക്ഷ എഴുതിയപ്പോൾ കോപ്പി അടിച്ചു, കോപ്പി അടിക്കാൻ നീതിയുള്ളവരെ ഉദവി ചെയ്തു. ഉദവിയാളർതാണ് പത്താത്തൊന്നും പെരിയ ക്രിസ്തീയ ചാരിറ്റി താനേ അവൻ ചെയ്തതെന്ന്. അപ്പുറം പിന്നെ എന്നാ ഉള്ളത്? തായോട് ഞാൻ ശണ്ട പോട്ടിട്ടുണ്ട്, തകപ്പനോട് ശണ്ട പോട്ടിട്ടുണ്ട്, കീഴെയുള്ള എല്ലാ കുളന്തകളെയും ഉതച്ചു വിട്ടിട്ടുണ്ട്. ഒരു ചിന്ന ഗുണ്ടവാനെ. അപ്പം ഞാൻ അവനോട് കേട്ടത്, നീ ഒറിജിനൽ ക്രിസ്തവനാ അല്ല വിട്ടാ ഡൂപ്പ് ക്രിസ്തവന? ഒറിജിനൽ. എപ്പോഴാ ഒറിജിനലായത്? കുളന്തയായിരിക്കുമ്പോൾ ജ്ഞാനസ്നാനം പെറ്റുകൊണ്ടത്. ജ്ഞാനസ്നാനത്തിൽ ഒറിജിനൽ ക്രിസ്തവൻ താനേ. 2 സൈസ് ക്രിസ്തവങ്ങൾ ഇരിക്കാറ്. ഒന്ന് പേര് മെട്ടും, പേരെന്നാ അന്തോനി അപ്പൻ, ഉന്നയുടെ പേരമ്മ ലൂസമ്മ, ലൂസാണ്. ഇങ്ങനെ ക്രിസ്തീയ പേര് മട്ടുവിരിക്കും, ചെയ്തികളൊന്നും ക്രിസ്തീയമല്ല. എപ്പോഴാണ് ഒരാൾ ക്രിസ്തവനാകുന്നത്? 5ാം ക്ലാസ് മുതൽ നിനക്ക് ബിബിലിയം പഠിക്കണ നിലയിൽ വരുമ്പോൾ മത്തേയി തുടങ്ങി വെളിപാട് വരെ ആണ്ടവർ കറ്റുകൊടുത്തിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് അതിൻപടി ഞാൻ നടക്കുമെന്ന് ഇങ്ങിരിക്കുന്ന കുളന്തകൾ മുടിവെടുക്കുമ്പോൾ അവൻ ശരി ക്രിസ്തവനായി, ക്രിസ്തുവിനെ പിൻപറ്റുന്നവനായി. അല്ലാത്തവരെന്നാണ്? ഒരു 100 എണ്ണത്തെ എടുത്താൽ 95 പേര് മട്ടും ക്രിസ്തവൻ, ശരി മുറയിൽ ക്രിസ്തവനല്ല. അപ്പം ഇന്നേക്ക് ഈ നോമ്പ് കാലത്തിൽ യേശു 40 നാളെ ഇരവും പകലും നോമ്പ് നോക്കിയത്. ഈ നോമ്പ് കാലത്തിൽ ഞാൻ എൻ്റെ മനസ്സിനെ ഒന്ന് ശോധന പണി, ഞാൻ ശരി ക്രിസ്തവനാ അതോ ഡൂപ്പാണോ എന്ന് ശോധന പണി കണ്ടുപിടിക്കണം. ആ 8ാം ക്ലാസ്സിൽ എന്നോട് ചൊന്നു, സ്വാമി ഇപ്പോൾ എനിക്ക് പുരിഞ്ഞത് ഞാൻ മിയർ ഡൂപ്പ് എന്ന് ചൊന്നത്, ശരി ക്രിസ്തവനല്ല എന്ന് ചൊന്നത്. അപ്പോൾ അവന് മീட்பு കിടക്കും. കാരണം അവൻ ഉണ്മ പുരിഞ്ഞത്. മുന്നാടി എപ്പടി ഇരുന്നത്? ഞാൻ ജ്ഞാനസ്നാനം പെറ്റതുകൊണ്ട് ശരി ക്രിസ്തവനാണെന്ന് നനച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ജ്ഞാനസ്നാനം പെറ്റിട്ടും ഞാൻ ഒറിജിനൽ ക്രിസ്തവനല്ല എന്ന് പുരിഞ്ഞത്. ഇനി എന്നാ பண்ணണം? ഇനി ബിബിലിയം പഠിച്ച് ധ്യാനിച്ച് യേശുവിൻ്റെ 10 കട്ടളകൾ മട്ടുമല്ല, മത്തേയി തുടങ്ങി വെളിപാട് വരെ ആണ്ടവർ കറ്റുകൊടുത്ത കാര്യങ്ങളെല്ലാം പഠിച്ച് ധ്യാനിച്ച് അതിൻപടി നടക്കുമെന്ന് മുടിവെടുക്കണം. ഒരാൾക്ക് തായും തകപ്പനും ഉന്നെ ക്രിസ്തവനാക്ക മുടിയാതെ, അവർക്ക് ജ്ഞാനസ്നാനം കൊടുക്ക മുടിയും. എന്നാൽ ക്രിസ്തവനാണെങ്കിൽ നീ തന്നെ മുടിവെടുക്കണം. നീ ബിബിലിയം പഠിക്കണം. ബിബിലിയത്തിൽ യേശു കറ്റുകൊടുത്ത കാര്യങ്ങളെല്ലാം പഠിക്കരുത്. മത്തേയി തുടങ്ങി വെളിപാട് വരെയുള്ള പുസ്തകങ്ങളിൽ. എന്നാൽ ഇങ്ങിരിക്കുന്ന യാതാവത് ആണോ പെണ്ണോ തിരുമണം പണി കുളന്ത പിറന്നാൽ 5 വയസ്സാകുമ്പോൾ അവനെ കോളേജിൽ അനുപ്പുമാ അല്ല വിട്ടാൽ നഴ്സറിയിൽ അനുപ്പുമാ? എങ്ക വിടും? നീ എങ്ക വിടും?
അത് സമയമാകുമ്പോൾ അവൾ മുടിവെടുക്കും. ஆனால் നഴ്സറിയിൽ വിടവേണ്ടവനെ കോളേജിൽ വിട്ടാൽ ഒന്നുമേ ആകാതെ അതേപരി ക്രിസ്തവനാകാനായിട്ട് നീ ക്രിസ്തു കറ്റുകൊടുത്ത കാര്യങ്ങളിരിക്കുന്ന നற்செய்தி പഠിക്കണം. അതിനാൽ നല്ല കത്തോലിക്കരും നற்செய்தி പഠിക്കതില്ല. ഞാൻ നേരത്തേക്ക് കേരളാവിൽ നിന്ന് ട്രെയിനിൽ പാളയംകോട്ടയിൽ വന്നപ്പോൾ ഒരു കണവനും മനേവിയും എന്നോട് പക്കത്തിൽ വന്ന് അവർ ചെന്നൈക്ക് പോകരുത്, അവർ വന്ന് അമർന്നത്. അപ്പോൾ പേശിയപ്പോൾ ഫോണിൽ അവർ പേശിയപ്പോൾ സ്തോത്രം എന്നൊക്കെ ചൊല്ലണം കേട്ടപ്പോൾ ക്രിസ്തവങ്ങളാണെന്ന് പുരിഞ്ഞത്. അപ്പുറം അവർ ബൈബിൾ എടുത്ത് പഠിക്കത്തുടങ്ങിയത്. അപ്പോൾ ഇത് കത്തോലിക്കരല്ലെന്ന് എനിക്ക് പുരിഞ്ഞത്. കാരണം കത്തോലിക്കനാണെങ്കിൽ ഏത് പയണം പണിയാലും സിസ്റ്റർമാർ ധ്യാനത്തിന് പോകുമ്പോൾ സിസ്റ്റർമാർ ധ്യാനത്തിന് പോയപ്പോൾ ബൈബിളേ കൊണ്ടുവന്നിട്ടില്ല കത്തോലിക്ക സിസ്റ്റർമാർ. അപ്പം ഞാൻ കേട്ടത്, ഏൻ സിസ്റ്റർ ബൈബിൾ കൊണ്ടുവന്നില്ല? സ്വാമി ഇപ്പത്താൻ ബാഗിൽ രൊമ്പം ഭാരം, ഇനി 1.5 കിലോ കൂടി ചേർത്ത് വെച്ച എവളത് കഷ്ടം. അതിനാൽ കത്തോലിക്കൻ ബൈബിൾ കൊണ്ടുപോകുമൊന്നും എനിക്ക് വേണ്ട. അവന് ബൈബിള് പെരിയ ഒരു എന്നാണ് ഭാരത്തിന് തമിഴിന് വെയിറ്റ് ആ പെരിയ, അത് തന്നെ എട പോടുക എന്ന് മലയാളത്തിൽ ചൊല്ലും. പെരിയ ഇടയായിട്ടിരിക്കും. ഇതാ കോവിലിൽ വന്നിരിക്കുക, ഒരാൾ പോലും ബൈബിൾ കൊണ്ടുവന്നിട്ടില്ല. നേരത്തേക്ക് സായന്താനം പൂജ വച്ചപ്പോൾ കൊഞ്ചം പേരെങ്കിലും കൊണ്ടുവന്നു. അപ്പോൾ പാത്താ തിരിയണം, ഇത് ഒറിജിനൽ കത്തോലിക്കനാണ്. ഒറിജിനൽ കത്തോലിക്കനാണെങ്കിൽ ബിബിലിയം തൊടുമാട്ടേ, അതാണ് ഒറിജിനൽ കത്തോലിക്കൻ. ഇനി അവരോട് ഞാൻ കേട്ടത്, നീങ്ക ഏത് സഭയ്ക്ക് ചേർന്നവർ? അപ്പോൾ അവർ ചൊന്നു CSI എന്ന് ചൊന്നത്. കേരളാവിൽ നിറയെ കത്തോലിക്ക പെൺകൾ മീതി മതത്തിൽപ്പെട്ടവരെ തിരുമണം പണി ഓടിക്കൊണ്ടിരിക്കരുത്. ഒരു 21 വയസ്സാകുമ്പോൾ അവൾ പിന്നെ കർത്തരെയെല്ലാം വിട്ടു. അവർ ഏതാവത് ആണ് തൂണ് കിടച്ചാൽ പോതും എന്ന് ചൊന്നുകൊണ്ട് ഏതാവത് ആണിൻ്റെ കഴുത്തിൽ കെട്ടി തൂങ്ങരുത്. നരകത്തിലേക്ക് പോകാനായിട്ട് ലൈസൻസ് എടുത്ത് വച്ചിരിക്കരുത്. നീ കർത്തരായ യേശുവിൽ നമ്പിക്കയിരുന്നാൽ തിരുമണം പണിയാൽ കണവനും മനവയും കൂടി 2 പേർ ചേർന്ന് നിൽക്കുമ്പോൾ നടുവിൽ ഞാൻ വരും. നീ ക്രിസ്തവനായിരിക്കെ ക്രിസ്തവനല്ലാത്ത ഒരുവനെ വാഴ്ക്കയിൽ കൊണ്ടുവന്ന് അവിടെ എங்கே കുടുംബജപ എപ്പടി നടക്കും? നീ ആരെ വിളിക്കും, അവൻ ആരെ വിളിക്കും? നരകത്തിലേക്ക് പോകാനുള്ള ലൈസൻസ് എടുക്കരുത്. അത് കത്തോലിക്കരെടുത്ത് വച്ചിരിക്കരുത്. CSIയിൽ ഒരു പെണ്ണും പോയിട്ടില്ല, പെന്തക്കോസ്തായിൽ ഒരു പെണ്ണും പോയിട്ടില്ല, മാർത്തോമായിട്ടുള്ള ഒരു പെണ്ണും പോയിട്ടില്ല. അവരെല്ലാം നല്ല മുറയിൽ ബിബിലിയം പഠിച്ചിരിക്കരുത്. ബിബിലിയം പഠിക്കുമ്പോൾ അതിൽ ചൊല്ലിയിരിക്കരുത്, നമ്പിക്കയില്ലാത്തവരുമായി തിരുമണം പണ്ണക്കൂടാതെ എന്ന് പോളടിയാർ ചൊല്ലിയിരിക്കരുത്. ஆனால் നമ്പിക്ക പൊരുത്തം തേവിയിരിക്കും. നിനക്ക് കോവിലിൽ പോകുമ്പോൾ കുടുംബജപത്ത് കലരുമ്പോൾ യേശുവിൻ്റെ നാമം അഴത്ത് ജപിക്കാൻ മുടിയാത്ത ഒരുത്തനെ കൊണ്ടുവന്ന് വച്ചാൽ അവനിലൂടെ അളകെ ഉൻ വാഴ്ക്കയിലേ വരും. ஆனால் ആണ്ടവർ യേശു അവർ കറ്റുകൊടുത്ത കാര്യങ്ങൾ പഠിച്ച് ധ്യാനിച്ച് അതിൻപടി നടക്കാൻ ഞാനും നീയും മുടിവെടുക്കുമ്പോൾ നീ ശരിയായ യേശുവിനെ പിൻപറ്റുന്നവരായി മാറും. 3 അഴയിപ്പ് താനേ ആണ്ടവർ കൊടുത്തിരിക്കരുത്. ഒന്നാമത്തെ അഴയിപ്പ് മാർക്ക് 3:13 കൊടുത്തിരിക്കരുത്, എന്നോട് ഇണൈന്തിരിക്കണം. നീ ഏതാവത് പാപത്തിൽ ഉളുந்து വീണാൽ ആണ്ടവരോട് ഇണൈന്തിരിക്കുന്നത് വിട്ടുപോച്ചു. ஆனால் നീ അളകയോട് ഇണൈന്തിരിക്കുന്നവർ പാമ്പ് കടിച്ച് പോകാനായിട്ട് പാളയംകോട്ടിലെ എല്ലാ വിഷപ്പാമ്പും നിങ്ങളെ ഓട്ടിയിട്ട് കടിക്ക വേണ്ട. ഒരു പാമ്പ് കടിച്ചാൽ നിങ്ങളുടെ കാര്യം മുടിവായിടും. ஆனால் ഒരു പാപം
உங்களோட வாழ்க்கையில் இருந்தால் അളകയ്ക്ക് ഉന്മേൽ അധികാരം വരും. ஆனால் യേശു അളകയുടെ മേൽ വെற்றி കിടച്ചവൻ. ആ യേശുവിനെ ആരെല്ലാം പിൻപറ്റുമോ അവരുടെ മേൽ അളകയ്ക്ക് അധികാരമില്ല. എന്നെ പിൻപറ്റുവർ ഇരുട്ടിൽ എന്ന തമിഴ് சொல் ഇരുട്ടിൽ നടക്കുമാട്ടേൻ. ഇരുട്ടിൻ്റെ കടവുകളായ അളകയ്ക്ക് അവന്മേൽ അധികാരമില്ല. ஆனால் നമ്മളൊരു മുടിവെടുക്കണം. യേശു சொன்னது എന്നാ சொன்னது? സമയം മുടിവടഞ്ഞത്. ഒരു നാൾ പിറന്ന നീ ഏതു നാൾ ചത്തുപോകുമെന്ന് ഉനക്ക് തിരിയാതെ. ഇൻ വാഴ്ക്കை கடவுளின் கையில். നിന്റെ ഹൃദയത്തിൻ്റെ ഇടുപ്പ് ആണ്ടവർ കൊടുത്തിരിക്കുന്നത്. ஆனால் എപ്പോഴത് സ്റ്റോപ്പാകുമെന്ന് തിരിയാതെ. ഏതു നേരത്തിലും ആകാം. അതുകൊണ്ട് ഏതു നേരത്തിലും നീ ഇരന്നു പോനാൽ ആണ്ടവരെ സന്ധിക്കാൻ പറ്റുന്ന മുറയിൽ നീ പരിശുദ്ധ വാഴ്ക്കയിലേക്ക് മനം തിരുമ്പി വരവേണ്ടിയിരിക്ക്. അതിനാൽ യേശു சொன்னது നற்செய்திയെ പെറ്റുകൊള്ളു. എന്താണ് നற்செய்தி? എங்கே പാപം പെരിശായി വന്നോ അങ്ങേ ആണ്ടവരുടെ അരുള് അതിലും പെരിശായി ആണ്ടവർ ഊറ്റിയത്. ഇന്നെനിക്ക് പഠിച്ചത് അന്ത അമ്മ വന്ന് നല്ല മുറയിൽ പഠിച്ചത്. എங்கே പാപം പെരിശായി വന്നതോ അങ്ങേ ജാസ്തി കടവുൾ ജാസ്തി അവരുടെ മേൽ ആണ്ടവരുടെ അരുൾ ഊറ്റുകരുത്. അന്ത അരുൾ പെറ്റുകൊണ്ട് മനം തിരുമ്പി യേശുവിൽ നിന്നും എല്ലാ പാപത്തിനും മன்னிപ്പ് കിടക്കണം. സഭ തുടങ്ങിയപ്പോൾ തൂയാവിയാൽ നിറഞ്ഞവർക്ക് താനേ ജ്ഞാനസ്നാനം കൊടുത്തത്. എന്നാൽ ഇപ്പോൾ അപ്പടിയല്ല. കുളന്ത പിറക്കുമ്പോൾ തന്നെ ജ്ഞാനസ്നാനം കൊടുക്കുന്നത്. കുളന്തയ്ക്ക് എന്നാണ് തിരിയാതെ. കുളന്ത ഞാൻ ക്രിസ്തുവനാണ്, ഒറിജിനലാണെന്ന് നനച്ചുകൊണ്ട് വളർന്നുകൊണ്ട്. ஆனால் இப்போ என்ன ചെയ്യണം? നീ പാപസങ്കീർത്തനം പണ്ണുമ്പോൾ നീ പാപ വഴി വിട്ട് പരിശുദ്ധ വാഴ്ക്കയിലേക്ക് വരാനായിട്ട് മുടിവെടുക്കുമ്പോൾ സെൻറ്റ് അഗസ്റ്റിൻ ചൊല്ലരുത് എല്ലാ പാപസങ്കീർത്തനവും ഇനി രണ്ടാമതൊരു ജ്ഞാനസ്നാനം. അനാത് ഓരോ പാപസങ്കീർത്തനവും ജ്ഞാനസ്നാനത്തിൽ നീ കെടുത്തിക്കളഞ്ഞ അരുളെ തിരുപ്പിക്കിടക്കണ നിമിടം താനേ. ஆனால் മനം തിരുമ്പി നല്ല പാപസങ്കീർത്തനം പണി ആണ്ടവരോട് ഇണയിന്തിരിക്കണം. രണ്ടാമത് യേശുവിൻ്റെ ഒരു ചാക്ക് അരിശി. നിറയെ പേര് അരിശി സാപ്പിട്ടതാണ് ഇവിടുത്തെ ആരോഗ്യത്തിലിരിക്കണത്. ஆனால் இப்போ ഒരു ചാക്ക് അരിശി ഇങ്ങ കൊണ്ടുവച്ചാൽ ഒറ്റയടിക്കത് സാപ്പിട മുടിയാതെ. അത് കൊഞ്ചമായി തണ്ണിയിൽ പോട്ട് ചൂടാക്കി ചോറാക്കി മാറ്റി സാപ്പിട മുടിയും. അതേമാതിരി ഇതൊരു പെരിയ പുസ്തകം, ഒറ്റയടിക്ക് പഠിക്ക മുടിയാതെ. ஆனால் കാലയിലും മാലയിലും കൊഞ്ചം കൊഞ്ചായിട്ട് പഠിച്ച് ധ്യാനിച്ച് വരുമ്പോൾ നിന്നോട് ഉള്ളിൽ ആവി നിറവ് കിടച്ചുകൊണ്ടേയിരിക്കും. ആവിയുടെ നിറവ് കിടക്കുന്നപടി ഉന്ന ഉള്ളിൽ നിന്ന് കെട്ടതെല്ലാം വിട്ടുപോയിടും. പാപസങ്കീർത്തനം പണ്ടുമ്പോൾ ആണ്ടവർ പാപം മന്നിക്കരുത്. എന്നാൽ വിവിലിയം പഠിക്കുമ്പോൾ ഉന്നയുടെ ഉള്ളത്തിലെ കെട്ടതെല്ലാം ഒന്നൊന്നായി വിട്ടുപോയിടും. ஆனால் കത്തോലിക്കരായ നമ്മൾ എല്ലാ നാളിലും കാലയിലും മാലയിലും പയണം പണ്ണുമ്പോഴും എല്ലാം വിവിലിയം പഠിച്ചുകൊണ്ടിരിക്കണം. അതുതാനേ നമ്മുടെ തകരാറ്. കത്തോലിക്കരുടെ തകരാറ് വിവിലിയം വിട്ടുപോച്ച്. യേശു சொன்னது യാരുടെ പക്കലേക്ക് ആണ്ടവരുടെ വചനം യാര് ഏറ്റുകൊള്ളുമോ അവരെ കടവുൾ
ദൈവങ്ങളെന്ന് കൂപ്പിട്ടത്. ചിന്ന ദൈവം അളകയുടെ രൂപത്തിൽ തന്നെ ഉണ്ടാക്കി വച്ചിരിക്കരുത്. ஆனால் നീ വിവിലിയം പഠിച്ച് ആണ്ടവരുടെ വചനം പെറ്റുകൊള്ളുമ്പോൾ നീ ചിന്ന കടവുകളായി മാറും. അത് ആണ്ടവർ ചൊല്ലിയിരിക്കണത്. നമ്മൾ ചൊല്ലണത് കടവുകളെന്നല്ല, നീ പുനിതനായി മാറും. വ്യഭിചാരം ചെയ്ത ദാവീദ് ഒരു ഭയമിരുന്നത്, ഞാൻ ഇനിയും പെൺകളെ പാർക്കുമ്പോൾ ശോധനയിൽപ്പെട്ട് ഇനിയും വ്യഭിചാരം പൊണ്ണ മുടിയുമാ? ഞാൻ അരശരദാന ഏത് പെണ്ണും ഞാൻ കൂപ്പിട്ടാൽ വരവേണം. അപ്പടിയിരിക്കുന്ന ഞാൻ ഇനി വ്യഭിചാരത്തിൽ പെട്ടുപോയിടുമാ ഇല്ലയാ എന്നൊരു ചിന്തന ഇരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു? 119 സങ്കീർത്തനം 11 വചനത്തിൽ ദാവീദ് ചൊല്ലിയിരിക്ക്, പാപം പണ്ണാതിരിക്കാനായിട്ട് ആണ്ടവരുടെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ വച്ചിരിക്കുന്നു. ആണ്ടവരുടെ വചനം നിന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ പാപത്തിൻ്റെ ശോധന വരുമ്പോൾ തൂയാവി ഉന്നെ അന്ത വചനം ജ്ഞാപകപ്പെടുത്തി പാപമില്ലാത്ത വഴിയിൽ നടക്കാൻ. ഇന്നേക്ക് യേശു അളകയോട് പോരാടി വെற்றி പണിയതുപോലെ പാപത്തിൻ്റെ മേൽ വെற்றி പണി പരിശുദ്ധമായി വാഴ്ക്ക வாழ்ந்து മുന്നോടി പോകാൻ ആണ്ടവർ ഉനക്ക് അരുൾ കൊടുക്കും. പുരിഞ്ഞാ എൻ്റെ തമിഴ് പുരിഞ്ഞാ പോതും. അതിനാൽ യേശുവിനോട് ഇണയ്ന്നിരിക്കണം, വിവിലിയം പഠിച്ച് യേശുവിനെ പിൻപറ്റണം. മൂന്നാമത് യേശുവിൻ്റെ പേച്ച് കേൾക്കണം. അവർ വാഴ്വുള്ള കടവുകൾ, ജീവനുള്ള കടവുകൾ. അവൾ പേശും. ഒരു കണവനും മനവിയും അല്ലെങ്കിൽ ഫ്രണ്ട്സ് തമ്മിൽ ഒരു ശണ്ട വന്നപ്പോൾ നമ്മൾ വിരിപ്പുള്ളതെല്ലാം പേശി. കൊഞ്ചം മുടിയുമ്പോൾ കടവുകൾ വന്ന് പേശും. കടവുകൾ വന്ന് പേശിയിട്ട് എന്നാ ചൊല്ലണത്? നീ ചൊന്നത് ശരിയായില്ല, നീ ഇന്ന മുറയിലെല്ലാം കെട്ടതറയിൽ പേശി, മനവിയോട് പേശി, നീ പോയി മன்னிப்பு കേള് എന്ന് കടവുകൾ പേശും. അമ്മ അതേമാതിരി കുരൽ കേട്ടിരിക്ക. നീ തായ് ഒരു കാര്യം ചൊന്നിട്ട് അത് കേൾക്കാതെ നടന്നപ്പോൾ ഏതാവത് ഉള്ളത്തിൽ ആണ്ടവർ പേശിയിരിക്ക. ஆனால் അന്ത പേച്ച് നീ കേൾക്കുമ്പോൾ ആണ്ടവർ വഴി നടത്തും. ആണ്ടവർ നിൻ്റെ ഉള്ളത്തിൽ പേശും. നിൻ്റെ മനസ്സാക്ഷിയുടെ കുരൽ, ആണ്ടവരുടെ കുരൽ, അത് ഹിന്ദുക്കൾക്കും കേൾക്കാൻ മുടിയും, മുസ്ലിങ്ങൾക്കും കേൾക്കാൻ മുടിയും. എല്ലാവർക്കും മനസ്സാക്ഷി ഇരിക്ക്. പോലീസ് ഓഫീസർമാർക്ക് പോലും മനസ്സാക്ഷി ഇരിക്ക്. അവരുടെ ഉള്ളത്തിൽ കടവുകൾ പേശും. ஆனால் அந்த മനസ്സാക്ഷിയെ കുരൽ പോലും കെടുത്തി ഉനക്ക് മുന്നാടി പോകാൻ മുടിയും. അത് ഉന്നയുടെ സ്വാതന്ത്ര്യം. ஆனால் 3 മുറയിൽ ആണ്ടവർ 10 കട്ടളകൾ കാപ്പാത്തിടണം. മാത്തേയ് തുടങ്ങി വെളിപാട് വരെ ആണ്ടവർ പേശിയ കാര്യങ്ങൾ പഠിച്ച് ധ്യാനിക്കണം. മൂന്നാമത് നിൻ്റെ ഉള്ളത്തിൽ പേശണ കടവുകളിൻ്റെ കുരൽ കേട്ട് നീ യേശുവിനെ പിൻപറ്റണം. നിൻ്റെ സമയം എപ്പടി യൂസ് പണണം അതേപ്പറ്റി ചട്ടമൊന്നുമില്ല. നീ സമയം ടി വി എല്ലാം തേവയില്ലാത്ത നിലയിൽ വേസ്റ്റാക്കി സമയം ചെയ്താൽ ആണ്ടവരുടെ ഉള്ളത്തിൽ പേശും. നിൻ്റെ കയ്യിൽ പൈസ ഇരിക്ക്, ஆனால் தேவையில்லாத കാര്യത്തിന് പൈസ വേസ്റ്റ് பண்ணக்கூடாது. പൈസ എപ്പടി യൂസ് பண்ணണം അത് ആണ്ടവരെ ഉന്നോട് ചൊല്ലിക്കൊടുക്കും. വിവിലിയത്തിൽ ചൊല്ലരുത്, ആണ്ടവരുടെ ആവിയാൽ വഴി നടത്തപ്പെടുത്തവർ കടവുളിൻ മകൻ മകൾ. ஆனால் ഇതേമാതിരി സംഗീതം 32:8 ഞാൻ ഉണ്ണമേൽ കണ്ണുവെച്ച്, അതൊന്ന് എടുത്ത് പാര്. ആണ്ടവർ ചൊല്ലരുത്, ഞാൻ ഉണ്ണമേൽ കണ്ണുവെച്ച് നീ പോകേണ്ട വഴി ഉനക്ക് കാട്ടിക്കൊടുക്കും. ഓരോ മനുഷ്യനെയും പടയത്തത് കടവുൾ താനേ, അതിൻ്റെ മേൽ കണ്ണുവെച്ച് നീ പോകേണ്ട വഴി കാട്ടിക്കൊടുക്കും. 32:8 പടി. நான் உனக்கு அறிவு புகட்டுவேன், நீ நடக்க வேண்டிய வழியை உனக்கு காட்டுவேன், உன்னை கண்ணோக்கி உனக்கு அறிவுரை கூறுவேன். അത് വചനത്തെ ചേർത്ത് ഒരു പാടൽ, തമിഴ് പാട്ടിൽ കേൾവിപ്പെട്ടിരിക്കുന്നത്. പോകും വഴിയെ കാട്ടി നല്ല ശോധനെ ചെയ്വാൻ
ഏകും ശുദ്ധർ മീതു കൺകൾ ഇരുത്തി നടത്തുവാ, യേശു തിരുത്തി നടത്തുവാ. തകപ്പനൊരു കാര്യം ചെന്നിട്ട് മുടിയാതെ എന്ന് ചൊന്നാൽ കൊഞ്ചം മുടിയുമ്പോൾ യേശു ഉള്ളത്തിൽ പേശി ഉന്നെ വഴി നടത്തും. കേൾവിപ്പെട്ടിരിക്കുക അമ്മ, ഒന്നുമേ പേശാതിരിക്കുന്നത്. ஆனால் പോകും വഴിയെ കാട്ടി നല്ല ബോധനെ ചെയ്വാൻ, ഏകും ശുദ്ധർ മീതു കൺകൾ ഇരുത്തി നടത്തുവാൻ, യേശു തിരുത്തി നടത്തുവാ. நீ பேரு மட்டும் கிறிஸ்தவனாய் இந்த வாழ்க்கையில் வாழ்ந்த நரகத்தில் போக விரும்புகிறதா? അല്ലവിട്ടാൽ ശരിയായ മുറയിൽ ക്രിസ്തുവിനെ പിൻപറ്റി യേശുവിനോട് ഇണയ്ന്നിരുന്ന് അളകിക്ക് മേൽ അധികാരം ഏറ്റെടുത്ത് അളകിക്ക് ഉന്മേൽ വെറ്റി വരാതെ ഉൻ വാഴ്ക്കയെ കാപ്പാത്ത് നടക്ക വിരുമ്പുറതാ. അതാണ് കേൾവി. കൺകളെ മൂടി കൈകളെ കുമുത്ത് ജപിയുങ്ങൾ. പൂജ മുടിയുമ്പോൾ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും പഠിക്കുന്ന കുഴന്തകൾക്ക് വേണ്ടി വിശേഷമായി അവർക്ക് വേണ്ടി ജപിക്കും. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നല്ല പാപസങ്കീർത്തനം പണി തൂയാവിയുടെ വഴി നടപ്പിൽ പരീക്ഷയ്ക്ക് പോകും. നീ പഠിക്ക വേണ്ടെങ്കിലെല്ലാം പഠിക്കുന്നതെല്ലാം പഠിച്ചിട്. അത് നീ ചെയ്യ വേണ്ട കാര്യം. ബാക്കി തൂയാവി പരീക്ഷാ ഹോളിൽ ഉനക്ക് ഉദവിയാളരായി വന്നിടും. ഒന്നും ഭയം വേണ്ട. എന്നാൽ വാഴ്ക്ക പരിശുദ്ധമായിരിക്കണം. പരിശുദ്ധിയില്ലാത്ത പാപമിരിക്കുന്ന ഇതയത്തിൽ ആണ്ടവർക്ക് തൂയാവിക്ക് പേശ മുടിയാതെ അവർക്ക്. എന്നാൽ നീ നല്ല പാപസങ്കീർത്തനം പണി ക്ലിയറായി പരീക്ഷാ ഹോളിലേക്ക് കടന്നു വരണം.